ഭീകരവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാട് സ്മൃതി സംഗമം നടത്തുകയാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശശി കമ്മട്ടേരി സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശവശരീരങ്ങള് നിരത്തി കിടക്കുന്ന സമയത്ത് അത് കാണാനെത്തിയ ആളുകൾക്കൊന്ന് അവരുടെ പ്രിയപ്പെട്ടവന്റെ മുഖമൊന്ന് കാണാൻ വേണ്ടി വെള്ളത്തുണി മാറ്റിയിട്ട് ആ മുഖം കാണാൻ അമ്മമാർക്ക് ഭാര്യയ്ക്ക് ആ മുഖത്തൊന്ന് ഉമ്മ വയ്ക്കാൻ സാധിക്കാത്ത വിധം വികൃതമായിരുന്നു ആ മുഖങ്ങൾ മുഴുവനും വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന് മാത്രമല്ല, മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി പാറക്കല്ലുകൊണ്ട് മുഖത്തെറിഞ്ഞ് മുഖം വികൃതമാക്കിയിരുന്നു. ഖുർആൻ വായിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സൂറയും ആയത്തും പഠിച്ചവർക്കറിയാം. അവർ നിങ്ങളിൽ നിഷ്ഠൂരത ദർശിക്കട്ടെ എന്നൊരു വാക്കുണ്ടതില്. അവർ നിങ്ങളിൽ നിഷ്ഠൂരത ദർശിക്കട്ടെ. ആ നിഷ്ഠൂരത ദർശിക്കാൻ വേണ്ടിയാണ് ആ സഹോദരന്മാരുടെ മുഖത്ത് പാറക്കല്ലുകൊണ്ട് ഇടിച്ച് വികൃതമാക്കിയത്. അമ്മയ്ക്ക് കാണാൻ, ഭാര്യയ്ക്ക് കാണാൻ, മക്കൾക്ക് കാണാൻ, സഹോദരിമാർക്ക് അന്ത്യമായിട്ട് അവസാനമായിട്ട് ആ മുഖമൊന്നു കാണാൻ സാധിക്കാത്ത വിധം വികൃതമാക്കിയിട്ട് പോലും നമ്മുടെ രാഷ്ട്രീയക്കാര് പ്രതികരിച്ചിരുന്നില്ല. ചർച്ചയ്ക്ക് വന്നിരുന്നു അവരൊക്കെ, സമാധാനത്തിന് വന്നിരുന്നു അവരൊക്കെ. എന്തിനു വേണ്ടി വന്നത്? ഇവിടുത്തെ ഹൈന്ദവ ജനത ഒരുമിച്ച് നിൽക്കുമെന്ന ബോധമുള്ളത് കൊണ്ടാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ പിമ്പിലെന്ന് ഉറപ്പിക്കാൻ ഒരു ബാലപാഠം അറിയുന്ന കുട്ടികൾക്ക് പോലും അറിയാം. ആഴ്ചകൾക്ക് മുമ്പ് മാറാട് നിന്നും പല കുടുംബാംഗങ്ങളും വീടൊഴിഞ്ഞു പോയിരുന്നു എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വീടൊഴിഞ്ഞു പോയവർക്കറിയാം എന്തിനാണ് പോകുന്നത് എന്ന്, ആരാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ചോദ്യം ചെയ്യാൻ അറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. കേരള പോലീസ് എന്ന് പറയുന്നത് മോശക്കാരൊന്നുമല്ല, സമ്മതിക്കില്ല അവരെ. കേരള പോലീസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയില് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവിടെ സ്വതന്ത്രമായി വിട്ടിരുന്നു എങ്കിൽ അവർക്ക് കണ്ടെത്താമായിരുന്നു. പക്ഷേ അവരെ സ്വതന്ത്രമായി വിടില്ല എന്നായിരുന്നു കാര്യം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്,